അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്നലെ ഇട്ട വ്ളോഗിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇന്നലെ ഇട്ട വ്ളോഗ് ആരും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ പളനിയിലൊക്കെ പോയി വന്ന് നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ തിരിച്ച് പോവാൻ നേരം ഞാൻ കുറച്ച് മേക്കപ്പ്, കുറച്ച് ലിപ്സ്റ്റിക്കും സ്കിൻ കെയറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി അമ്പലത്തിൽ പോവാൻ നേരം. അതേ കഴിഞ്ഞ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ റിമൂവ് ചെയ്ത് ഒന്നും കൂടെ സ്കിൻ കെയർ ചെയ്തിട്ട് പോവാമെന്ന്. എനിക്ക് നല്ല മടിയുണ്ട്, എനിക്ക് തീരെ വയ്യ, ഞാൻ ഭയങ്കര ടയേർഡാണ്. എന്നാലും സ്കിൻ കെയർ ചെയ്യണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും സൺസ്ക്രീൻ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഈ സൺസ്ക്രീനിൻ്റെ ഇമ്പോർട്ടൻസും നല്ല സൺസ്ക്രീൻ ഏതാണ് എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഞാൻ വീഡിയോ ആയിട്ട് പറയാം. അപ്പം നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ കമൻറ്റൊക്കെ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ വഴി മാറിപ്പോയി. ഓക്കെ, ഇന്നത്തെ വ്ളോഗ് അപ്പോൾ ചുമ്മാ ഞാൻ ഈ ട്രാവൽ ചെയ്യാൻ നേരം ചെയ്യുന്ന സ്കിൻ കെയറും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ വീട്ടിലാണെങ്കിൽ ഞാൻ കോക്കനട്ട് ഓയിൽ വെച്ചിട്ടായിരിക്കും എൻ്റെ മുഖത്തെ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത്. മേക്കപ്പ് ഫൗണ്ടേഷൻ അങ്ങനെയല്ല, ഞാനിപ്പോൾ ഫൗണ്ടേഷൻ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ജസ്റ്റ് സ്കിൻ കെയർ ഇട്ട് ടാൽക്കം പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് ബ്ലഷൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് റിമൂവ് ചെയ്യാൻ എൻ്റെ കയ്യിൽ കോക്കനട്ട് ഓയിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളത് വാസലിനായിരുന്നു. വാസലിൻ യൂസ് ചെയ്താലും കുഴപ്പമില്ല, നല്ലതായിട്ട് റിമൂവ് ആവും. അങ്ങനെ ഞാൻ വാസലിൻ ഇട്ട് റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ ഫേസ് വാഷ് ഒന്നും കൊണ്ടുവന്നില്ലടാ. അതുകൊണ്ട് ഞാൻ അവിടെ ഉള്ള സോപ്പ് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ മുഖം കഴുകിയത്. ഒന്നാമത് എൻ്റെ മുഖത്ത് യമണ്ടൻ 3 കുരുപ്പ് വന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓയിലി സ്കിന്നല്ല. പക്ഷേ ചില സാഹചര്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് കല്യാണം വരിക, അതേപോലെ തന്നെ അങ്ങനെ നമ്മൾ പുറത്ത് പോകുന്ന സമയങ്ങളിൽ മാത്രമാണ് എനിക്ക് കുരുപ്പ് വരാറ്. അങ്ങനെ ഈ പ്രാവശ്യവും കുരു വന്ന്. ഞാനിപ്പോൾ സ്കിൻ കെയർ ആയിട്ട് എല്ലാം യൂസ് ചെയ്യുന്നത് ഞാൻ ബേസിക്കായിട്ട് വീട്ടിൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ്. ആദ്യം തന്നെ മറ്റേ നമ്മുടെ റോസ് വാട്ടർ ടോണറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മോയ്സ്ചറൈസർ നല്ല രീതിക്ക് ഇടുന്നുണ്ട്. കാരണം ഇതിപ്പോൾ സമയം എനിക്ക് തോന്നുന്നൊരു 5 മണിയായി വൈകുന്നേരം. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് ഒരു രാത്രി 11-12 മണിക്കായിരിക്കും. എന്നാലും ഞാൻ സ്കിൻ കെയർ ചെയ്യും. ഞാൻ ഫുൾ ടൈം കാറിലാണ് ഇരിക്കുന്നത്, പുറത്തിറങ്ങുന്നില്ല. എന്നാലും ഞാൻ സ്കിൻ കെയർ ചെയ്യും. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് സ്കിൻ കെയർ. എൻ്റെ ഫേസ് നന്നായിട്ട് മാറ്റിയ ഒരു സംഭവമാണ് സ്കിൻ കെയർ. അപ്പോൾ ഞാൻ ഇപ്പം മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ഫേസിന് സ്യൂട്ടായിട്ടുള്ള ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും നിങ്ങൾക്കിടാം. പിന്നെ മസ്റ്റായിട്ടും ഞാൻ സൺസ്ക്രീൻ ഇടുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 6:30 മണിക്ക് ശേഷം ഒക്കെയാണ് ഇറങ്ങുന്നതെങ്കിൽ ഞാൻ ചിലപ്പം ഇടത്തില്ലായിരിക്കും. പക്ഷേ ഇപ്പോൾ 5 മണിക്കാണ്, ചെറിയ ലൈറ്റ് പോലും എനിക്ക് പറ്റത്തില്ല. ഞാനിപ്പോൾ തീരെ വെയിൽ കൊള്ളാറില്ല. കാരണം ഏപ്രിൽ ഫസ്റ്റ് വീക്ക് എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഡ്രൈവിങ്ങിന് പോയി ഞാൻ ഫുൾ ടാനായി. എനിക്ക് ഇതുവരെ ഫുൾ ആ ഒരു കംപ്ലീറ്റ് ടാൻ മാറിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ ഫേസിൽ ടാൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം നന്നായിട്ട് ഞാൻ ഒട്ടും വെയിലത്തിറങ്ങാതെ ഫുൾ ടൈം വീട്ടിലിരിപ്പ് തന്നെയാണ് പരിപാടി. നല്ല ബോറാണ്, പക്ഷേ എനിക്ക് സ്കിന്നാണ് എനിക്ക് വലുത്. അങ്ങനെ ഞാൻ ഇപ്പം മമ്മ എർത്തിൻ്റെ സൺസ്ക്രീനാണ് ഇടുന്നത്. മുന്നേ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും പ്രോഡക്റ്റ്സ്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഓരോ പ്രോഡക്റ്റ്സ് ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ മമ്മ എർത്തിൻ്റെയാണ്, നല്ലതാണ്. പക്ഷേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഡോക്ടർ ഷത്തിൻ്റെയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ മമ്മ എർത്തിൻ്റെ SPF 50 PA+++ സൺസ്ക്രീനാണ് ഇടുന്നത്. പിന്നെ ഞാൻ നോർമലി ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോണത്. ഇത്ര ഇട്ടിട്ട് ഒലിച്ച് പോകാതിരിക്കാൻ എന്തെങ്കിലും കോമ്പാക്റ്റോ ടാൽക്കം പൗഡറോ വെച്ച് ഞാൻ സെറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ഒന്നും ചെയ്യുന്നില്ല, കാരണം എനിക്ക് സ്കിൻ ബ്രീത്ത് ചെയ്യണം. ഈ ടാൽക്കം പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും മുഖത്തിങ്ങനെ ഭയങ്കര എന്തോ വെയിറ്റ് ഉള്ള കണക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ ഇടും. അത് പിന്നെ ഞാൻ ചത്ത് കിടന്നാലും ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടായിരിക്കും ഞാൻ കിടക്കുന്നത്. അപ്പം ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്. ഓറഞ്ച് കളർ പോലെ എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്, പക്ഷേ ഞാൻ ഓറഞ്ച് കളറല്ല ഇട്ടത്. അതിനകത്ത് ഓറഞ്ച് കളർ ഇല്ല. മാർസിൻ്റെ ലിപ് പാലറ്റ് ഒരെണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിനകത്ത് ഓറഞ്ച് കളറില്ല. പക്ഷേ വീഡിയോയ്ക്കകത്ത് എൻ്റെ ടീഷർട്ടിൻ്റെ സെയിം കളറായിട്ട്, ടീഷർട്ടിനോട് മാച്ചായിട്ടുള്ള കളറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെന്തുവാ, പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞപ്പം താഴെ റിസപ്ഷനിൽ വിളിച്ച് അപ്പം ആൾ വന്നു നമ്മളുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ലഗേജ് എടുത്തിട്ട് താഴെ ചെന്ന് ചെക്ക് ഔട്ട് ചെയ്യുവാണ്. അപ്പോൾ അടുത്ത
ഒരു ഡെസ്റ്റിനേഷൻ കൂടെ ഉണ്ട്. നമ്മൾ നേരെ കേരളത്തിലോട്ടാണ് പോകുന്നത്. കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയട്ടോ. അപ്പോൾ ഞാൻ ലച്ചോണ്ടും കൂടി ലിഫ്റ്റിൽ നിൽക്കുകയാണ്. അമ്മയും അച്ഛനും എനിക്ക് തോന്നുന്നു ആദ്യമേ പോയെന്ന് തോന്നുന്നു ചെക്കൗട്ട് ചെയ്യാൻ. എൻ്റെ കുരു എനിക്ക് കണ്ടിട്ട് വിഷമം വരുന്നടാ, നാളെ എനിക്കൊരു ഷൂട്ടും ഉണ്ട്. അപ്പം നമ്മൾ അവസാനമായിട്ടല്ല ഇനി അടുത്ത വർഷം ഞാൻ എന്തായാലും വരും ഇവിടെ. എന്നാലും നല്ലൊരു ഇതായിരുന്നു ആ ഒരു അമ്പലത്തിൽ പോയി നല്ലതായിട്ട് തൊഴുവാനൊക്കെ പറ്റിയപ്പോൾ ആ വീഡിയോ നിങ്ങൾ എന്തായാലും പോയി കാണണം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അവിടുന്ന് യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി ഗായ്സ്. അങ്ങനെ നമ്മളെ ട്രാവൽ തുടങ്ങി. അപ്പോൾ എൻ്റെ ഫേസ് കണ്ടിട്ട് ഇങ്ങനെ ഉണ്ട്, കൊള്ളത്തില്ല. ഞാൻ ഐബ്രോസ് ഒന്നും എഴുതിയിട്ടില്ല, എനിക്ക് വയ്യ. പാതിരാത്രി ഐബ്രോസ് എഴുതി എനിക്ക് വയ്യ. കാരണം ആരും കാണാനുമില്ല. പിന്നെ എൻ്റെ മുഖത്തിനും അത് കേടാണ്, എന്തിനാ വെറുതെ. അങ്ങനെ നമ്മൾ പകുതി എത്തിയപ്പോഴത്തേക്കും ജസ്റ്റ് സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു രാത്രി 7-8 മണിയായപ്പം നിർത്തി. ഞാൻ ഐസ്ക്രീം മേടിച്ചു. എനിക്ക് 2-3 ദിവസം മുന്നേ എനിക്ക് തുടങ്ങിയതാണ് ഐസ്ക്രീം തിന്നാനുള്ളൊരു ആക്രാന്തിഫിക്കേഷൻ. അപ്പോൾ ഞാൻ അവിടെ പോയി ഐസ്ക്രീം മേടിച്ച്, പിന്നെ ബോബൻ്റെ ഒരു ബിസ്ക്കറ്റ് മേടിച്ച്, പിന്നെ ഒരു കിടിലം ബിങ്കോ ഫ്ലേവർ മേടിച്ച്. ഞാൻ മേടിച്ച് ഇതായിരുന്നു ഐസ്ക്രീം. അത് കൊന്നാലും തുറക്കാൻ പറ്റാത്തൊരു ഐസ്ക്രീമായിരുന്നു. ബിങ്കോ സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളി ഫ്ലേവറായിരുന്നു. ബിങ്കോയുടെ എക്സ്ട്രാ സ്പൈസി സംഭവമായിരുന്നു. എൻ്റെ ഐസ്ക്രീം ഉണ്ടല്ലോ, കാശിന് കൊള്ളത്തില്ലായിരുന്നു തിന്നാൻ. ഞാൻ ആ ഐസ്ക്രീമേ ഞാൻ വെറുത്തുപോയി ആ ഐസ്ക്രീം കഴിച്ചിട്ട്. പിന്നെ നമ്മളുടെ ഈ ഒരു തുരങ്കം ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. ഞാനിത് പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ ഏരിയ കൂടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഈ തുരങ്കം കണ്ടപ്പോൾ എനിക്ക് അതാണ് ഗൈസ് ഓർമ്മ വന്നത്. അങ്ങനെ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്താറായപ്പോഴത്തേക്ക് രാത്രി ഒരു 11 മണിയായി. അപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും വിശന്ന് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ച്. ഞാൻ കഴിച്ചത് ചപ്പാത്തി, ടൊമാറ്റോ കറി, പിന്നെ ലച്ചോൺ അൽഫാം മേടിച്ചിട്ടുണ്ടായിരുന്നു. ലച്ചോണിൻ്റെ കുറച്ച് മിൻ ചട്നിയും സാലഡൊക്കെ ഞാൻ കോപ്പി അടിച്ചല്ല മോഷ്ടിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ തിന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ളോഗ്. ഞാൻ ഒരു 12 മണിയായപ്പോൾ ഡെസ്റ്റിനേഷൻ എത്തി. ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ കമൻറ്റ് ഇടുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ കമൻറ്റ് വായിക്കാനായിട്ട്. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് വായിച്ചറിയാൻ പറ്റും, എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ജ്യൂസും കുടിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു കളർ കണ്ടിട്ട് ഓറഞ്ച് ജ്യൂസാണെന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഉടനെ തന്നെ ഇറങ്ങി. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇനി നാളത്തെ വ്ളോഗ് ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പം അത് കാണണമെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. ശരി, ബായ്.